ഹലോ എവറി വൺ, വെൽക്കം ടു FSR ലൈവ്. അപ്പോൾ റോഡ്രിക്കായിട്ടുള്ള ബാഴ്സലോണയുടെ ഫസ്റ്റ് പ്രപ്പോസൽ അങ്ങനെ തള്ളിപ്പോയിട്ടുണ്ട്. 45 മില്യൺ യൂറോയും പിന്നെ ഒരു 5 മില്യൺ, ടോട്ടൽ ഒരു 50 മില്യൻ്റെ ഇടപാടായിരുന്നു. അത് ബാർസക്ക് തന്നെ അറിയാം അത് തള്ളിപ്പോകുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ബാർസ ചെയ്തതെന്ന് മനസ്സിലായില്ല. അഥവാ ഒരു ചൂണ്ടിട്ട് നോക്കിയതേക്കും, അഥവാ കൊളത്തിയാലോ. കാരണം റോഡ്രിക്ക് 30 വയസ്സായല്ലോ. അപ്പോൾ ഇനി വലിയൊരു എമൗണ്ട് മുടക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിയായിട്ട് ബാർസക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കാം ഒരു 45 മില്യൺ പ്ലസ് 5 മില്യൺ, ഒരു 50 മില്യൺ യൂറോയുടെ ഒരു പ്രപ്പോസൽ കൊടുത്തത്. ഇനി അടുത്ത പ്രപ്പോസൽ സെറ്റ് ചെയ്യും. കാരണം ബാർസക്ക് റോഡ്രിന് ആവശ്യമുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. എസ്പെഷ്യലി റോഡ്രിക്കും നല്ല താല്പര്യമുണ്ട്. അപ്പോൾ റോഡ്രിക്ക് ആദ്യം റയൽ മാഡ്രിഡ് ആയിരുന്നു നല്ല താല്പര്യം എന്ന് റോഡ്രി പറഞ്ഞു. ബട്ട് ഇപ്പോൾ ബാർസ നല്ല താല്പര്യമുണ്ട് എന്ന് പറയുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. റോഡ്രി ആയിട്ട് സംസാരിച്ചപ്പോൾ റോഡ്രിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡീൽ ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ സിറ്റി ആയിട്ടുള്ള ഒരു ബാർഗെയിനിങ് പരിപാടിയാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. അതും കൂടി കൺഫേം ആയി കഴിഞ്ഞാൽ റോഡ്രി ബാർസയിലോട്ട് എത്തും. അത് എത്തും തന്നെയാണ് തോന്നുന്നത്. കാരണം റോഡ്രിക്ക് നല്ല താല്പര്യമുണ്ട് ബാർസയ്ക്ക്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഫ്ലിക്കും ബാർസലോണയും റോഡ്രിക്ക് പറ്റിയൊരു സ്ഥലം ആയതുകൊണ്ടായിരിക്കാം. റോഡ്രി പെപ്പായിട്ട് സംസാരിച്ചിരുന്നു, അങ്ങനെയൊക്കെയാണല്ലോ റിപ്പോർട്ടുകൾ വരുന്നത്. സോ പെപ്പും പറഞ്ഞത് റോഡ്രിയോട് ബാർസയിലേക്ക് പോകുന്നതാണ് നല്ലത്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. എന്തായാലും റോഡ്രി ടു ബാർസലോണ ട്രാൻസ്ഫർ എന്തായാലും മിക്കവാറും നടക്കാനുള്ളൊരു 99.99% സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് നടക്കും തന്നെയാണ്. കാരണം നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പം വേറെ ടിസ്റ്റ് എന്തോ നടക്കുമെന്ന് അറിയില്ല. സോ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ റോഡ്രി ടു ബാർസലോണ ട്രാൻസ്ഫർ എന്തായാലും നടക്കും. പിന്നെ സിറ്റിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അയ്യൂബ് ഹാദി അല്ലെങ്കിൽ എൻസോ, ഇതിലാരെങ്കിലുമൊക്കെ സിറ്റി പൊക്കും. കാരണം പകരം ആൾ വേണമല്ലോ. എനിക്ക് തോന്നുന്നത് മിക്കവാറും എൻസോനെ തന്നെ പൊക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെൽസി ആയിട്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ. അതും സിറ്റിക്ക് അത്യാവശ്യമാണല്ലോ അവിടെ ഒരു പ്ലെയർ. പിന്നെ അൽവാരസ് ടു ബാർസലോണ എന്നുള്ളതാണല്ലോ എല്ലാവരും ചോദിക്കുന്നത്. അത് പ്രോസസ്സിംഗ് ആണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വേറെ അപ്ഡേറ്റുകളൊന്നുമില്ല. അൽവാരസിന് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, തുടക്കം മുതലേ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത്ലറ്റിക്കോ മാഡ്രിഡിന് അത്ര താല്പര്യമില്ല എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ. കാരണം റൈവൽസ് ആണല്ലോ, ലാലിഗ റൈവൽസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതും പ്രോസസ്സിംഗ് ആണ്, നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അഥവാ നടന്നു കഴിഞ്ഞാൽ ബാർസനെ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഞാൻ പറയുന്നത് റോഡ്രി ആൻഡ് അൽവാരസ് ബാർസയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാർസനെ പിടിച്ചാൽ കിട്ടില്ല. ബാർസയുടെ സ്കോഡ് ഗംഭീരമായിരിക്കും, അതിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇനി എന്തെങ്കിലും ടിസ്റ്റ് സംഭവിക്കുമോ? ഓൾറെഡി ഇത് ഫുൾ ടിസ്റ്റാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ ഒപ്പീനിയൻ റോഡ്രി ടു ബാർസലോണ ട്രാൻസ്ഫർ എന്തായാലും നടക്കും. അത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ മറ്റൊരു ചോദ്യം എന്താ വെച്ചാൽ, ബാർസക്ക് റോഡ്രിയാണോ അത്യാവശ്യം? കാരണം ബാർസക്ക് മിഡ്ഫീൽഡിൽ ഭരിക്കാനും ആൾക്കാർ വേറെയുണ്ട്. ബാർസക്ക് മറ്റ് ചില പൊസിഷനിലായിരുന്നു അത്യാവശ്യം പ്ലേയേഴ്സിൻ്റെ. അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.